നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സ്പെഷ്യൽ സാൻഡ്വിച്ച് ആട്ടോ. സ്പൈസി ഫിഷ് സാൻഡ്വിച്ചാണിത്. അതുപോലെ ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ബ്രെഡ് വീറ്റ് ബ്രെഡാണ്. കുറച്ച് ഹെൽത്തി വേർഷനായിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ ഈ സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ തിലോപ്പിയ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഈ തിലോപ്പിയ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ആദ്യം വേണ്ടത്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ പാനിലോട്ട്. നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നേരത്തെ എടുത്ത മീൻ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ, അതായത് നമ്മൾ മീനിൻ്റെ തലയും വാലൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. നന്നായിട്ട് ഫ്ലഷുള്ള ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതിൽ ഒരുപാട് മസാല ഒന്നുമില്ല, മഞ്ഞളും മുളകും ഉപ്പും മാത്രം ചേർത്താണ് മാരിനേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലോട്ട് ഈ ഫിഷ് പീസ് മാറ്റിയാണ് അത്യാവശ്യം ഒന്ന് കുക്കായി വരട്ടെ നമ്മുടെ ഫിഷ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഫിഷിനെ ഇതിന് മുള്ളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്ത് ബാക്കി ഓയിലാട്ടോ. ഓയിൽ ചൂടാറുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാൻ ഇതിൽ മസാല ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് റെഡിയാക്കി എടുക്കുന്നത്. അത് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു 10-15ഓളം വെളുത്തുള്ളി ഉണ്ട്. ഒരു ബൾബ് വെളുത്തുള്ളി ഉണ്ടാവും. ഇത് 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയുടെ പീസാണ്. ഇതെല്ലാം കൂടെ നമുക്ക് ഈ പാനിലോട്ട് ചേർക്കാം. ഞാനിത് നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് വഴന്ന് വരട്ടെ. അപ്പോൾ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്ലഷ് ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. മുള്ളു പെടാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് ചെറിയ പീസുകളൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് എടുത്താൽ മതി. ഇതിൻ്റെ മുള്ളൊക്കെ എടുത്ത് മാറ്റണം കേട്ടോ. നമ്മുടെ സവാള ഇപ്പോൾ ഒരുവിധമൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഫിഷിനെ ഞാൻ ഈ മസാലയിലോട്ട് ചേർക്കണം. തക്കാളി അതുപോലെ തന്നെ പച്ചമുളകൊന്നും ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടില്ല. ഈ സവാളയും നിർബന്ധമൊന്നുമില്ല. ഇനി സവാളയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ തരും കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫിഷ് മസാല റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഫൈനൽ ടച്ച് കൊടുക്കാം. ഈ ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് മസാല ഇട്ടു എന്നല്ല, അല്ലാതെ വേറെ മസാലയൊന്നും ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ഗരം മസാല ചേർക്കുകയാണ്. ഒരു പിഞ്ച് ഗരം മസാലയുള്ളൂ. ഇത് ഹോം മെയ്ഡാണേ. അതേപോലെ തന്നെ ഏകദേശം ഒരു ടീസ്പൂൺ കുരുമുളകാണിത്. കുരുമുളക് ഫ്രഷായിട്ട് ക്രഷ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി മല്ലിയില പുതിനയിലൊന്നും ഞാൻ ചേർക്കുന്നില്ല. വേണമെങ്കിൽ മല്ലിയില കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മല്ലിയിലയുടെ ഒരു ഫ്ലേവർ വരും. ഇതിങ്ങനെ ആകുമ്പോൾ ഒരു ലൈറ്റായിട്ടുള്ള ഒരു മസാല ആയിരിക്കും കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. പിന്നെ ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി സെപ്പറേറ്റ് ഒരു ഉപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമ്മൾ പിന്നെ ഫിഷിൻ്റെ ഓയിൽ, ഫിഷ് ഫ്രൈ ചെയ്ത ഓയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിലും കുറച്ച് ഉപ്പുണ്ടായിരുന്നു. ഞാനിവിടെ വേറെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അത്യാവശ്യം നല്ല ഉപ്പുണ്ട് നമ്മുടെ ഈ ഫില്ലിങ്ങിന്. ഇവിടെ ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. വീറ്റ് ബ്രെഡാണിത്. അതുപോലെ തന്നെ ബട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഹോം മെയ്ഡ് ബട്ടറാണ്. അപ്പോൾ നമുക്ക് ബ്രെഡ് എടുത്തിട്ട് ഓരോ സ്ലൈസ് എടുത്തിട്ട് ബട്ടർ അപ്ലൈ ചെയ്തിട്ട് വയ്ക്കാം. ഇനി ബട്ടർ ഒഴിവാക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ കുറച്ചുകൂടെ ഹെൽത്തി പ്രിപ്പറേഷൻ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബട്ടർ ഒന്ന് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ല. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. 2 സൈഡും ബട്ടർ അപ്ലൈ ചെയ്യാം. ഇതുപോലെ നമ്മൾ എത്ര ബ്രെഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതോ അതെല്ലാം നമുക്ക് ബ്രെഡോ എല്ലാം ബട്ടർ അപ്ലൈ ചെയ്തിട്ട് വെക്കാം. ഇനി നമുക്ക് ബ്രെഡ് സ്ലൈസസ് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇത് ഇവിടെ എടുത്തിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ കുറച്ച് ചെറുതാട്ടോ. ഈ ഒരു വലിപ്പമുള്ള ഒരു സ്ലൈസ് ആയിരുന്നെങ്കിൽ ഒന്നുകൂടെ പെർഫെക്റ്റ് ആവുമായിരുന്നു. ബട്ടർ അപ്ലൈ ചെയ്ത് ബ്രെഡ് സ്ലൈസ് വെച്ചു. അതിൻ്റെ മുകളിലായിട്ട് ഫിഷ് മസാല വെച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു ബ്രെഡിൻ്റെ സ്ലൈസ് ഞാനിവിടെ വെച്ചിരിക്കുകയാണ്. ഇതേപോലെ നമുക്ക് അടുത്ത ഭാഗം കൂടെ സെറ്റ് ചെയ്യാം കേട്ടോ. അടുത്ത ബ്രെഡ് സ്ലൈസ് വെച്ചു. ഇനി നമുക്ക് ടോസ്റ്റർ ക്ലോസ് ചെയ്ത് വയ്ക്കാം. ഇതിൻ്റെ ഗ്രീൻ ലൈറ്റ് കത്തുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗ്രീൻ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ടോസ്റ്റർ ഒന്ന് എടുക്കാം. നമുക്ക് 2 സൈഡും നോക്കാം. ഇത് ചെറിയ ബ്രെഡ് ആയതുകൊണ്ട് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. കണ്ടില്ലേ, 2 സൈഡും നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെഡിൻ്റെയൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഓരോ സാൻഡ്വിച്ചായിട്ട് ഞാൻ എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഹെൽത്തി ഫിഷ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
നല്ലൊരു ക്രേവിങ് സ്മെല്ലാണ്. നമുക്ക് ഇതിന് കുരുമുളകൊക്കെ നന്നായി ചേർത്തുകൊണ്ടേ നല്ല സ്പൈസിനെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കിതിനൊരു മെയിൻ ഡിഷായിട്ട് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സ്നാക്കായിട്ട് സെർവ് ചെയ്യാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് സ്റ്റാർ ആകാൻ പറ്റിയ നല്ലൊരു വിഭവമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.